ഹലോ കൂട്ടുകാരെ, ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർ എല്ലായ്പ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ എനർജീനെ ഡിവൈൻ മസ്കുലൈനിൽ നിന്നും നമ്മുടെ കൗണ്ടർ പാർട്ടിൽ നിന്നും ഡിവൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എല്ലായ്പ്പോഴും എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് പറ്റാറില്ല അല്ലേ? അതായത് നമ്മൾ ഈ ഒരു അവയർനെസ്സിലൊക്കെ ഇരിക്കും, എൻ്റെ എനർജി മസ്കുലൈൻ എനർജിക്ക് കൊടുക്കരുത്, എൻ്റെ കൗണ്ടർ പാർട്ടിനോ കൊടുക്കരുതെന്നൊക്കെ വിചാരിക്കും. പെട്ടെന്ന് നോവെയർ റിലേറ്റഡ് നമുക്ക് ഒരു ഒബ്സഷൻ എനർജിയൊക്കെ വരാറുണ്ട്. അപ്പോൾ പിന്നെയും നമ്മൾ ചേസിങ്ങിലേക്ക് പോകും. അപ്പോൾ ചേസിങ് എന്താണെന്നുള്ളത് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എനർജീനെ നമ്മളെല്ലായ്പ്പോഴും ഡിവൈൻ മസ്കുലൈനിലേക്ക് കൊടുക്കുന്ന ആ ഒരു എനർജീനെ നമുക്ക് എങ്ങനെ ഡിവൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിവൈനിലേക്ക് നമുക്ക് അലൈൻ ആവാനായിട്ട് നമ്മളിലേക്ക് ആ ഒരു എനർജീനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും മനസ്സിലാക്കാം. കുറച്ച് പോയിന്റ്സ് ആണ്. ആദ്യത്തേത്, ഈ ഒരു എനർജീനെ നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് ട്വിൻ ഫ്ലെയിംസിന് പർട്ടിക്കുലർലി പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, രണ്ട് ബോഡിയിലുള്ള എനർജീസിനെയും നമ്മൾ ബാലൻസ് ചെയ്യുന്നുണ്ട്. അതായത് മിറർ സോൾ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കൗണ്ടർ പാർട്ടിൻ്റെ എനർജിയും പിക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ എനർജി പിക്ക് ചെയ്തിട്ട് നമ്മളൊരു ചേസിങ്ങിലേക്ക് പോകാറുണ്ട്. അതായത് അത്രയും നേരവും ബാലൻസ്ഡ് ആയിരിക്കും, പെട്ടെന്ന് ആ ഒരു എനർജി വരുന്ന ഉടനെ നമ്മൾ പിന്നെയും ചേസിങ് എനർജിയിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യത്തെ കാര്യം എല്ലായ്പ്പോഴും അവയർനെസ്സിലിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളെപ്പോഴും ആ ഒരു ബോഡിയിലുള്ള ആളിനെ സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഓഫ് കോഴ്സ് 3Dയിൽ രണ്ട് ബോഡിയിലാണ്, പക്ഷേ ഒരു വൺനെസ്സിൻ്റെ കോൺഷ്യസ്നെസ് ആണ് എപ്പോഴും വേണ്ടത്. ഈ വൺനെസ്സിൻ്റെ കോൺഷ്യസ്നെസ് വേണമെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന്, അതായത് ഈ ജേർണിയിൽ കുറച്ച് നാൾ നമ്മൾ ഹീലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞുടനെ വരത്തില്ല. നമ്മളുടെ DF ഒക്കെ ബാലൻസ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് അത് നാച്ചുറലി ആ ഒരു ഫേസിലേക്ക് വരുന്നതാണ്. എന്ന് വെച്ച് നമ്മൾ അവിടെ വർക്ക് ചെയ്യാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. എന്നും അത് ഒരു അഫർമേഷൻ പോലെ നമ്മളിലേക്ക് കൊടുക്കുക. ഞാനും എൻ്റെ DMഉം ഒന്നാണ്, ഐ ആം വൺ വിത്ത് മൈ കൗണ്ടർ പാർട്ട് എന്നുള്ളത്. അപ്പോൾ ഈ വൺ വിത്ത് മൈ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്ന ഉടനെ പിന്നെയും നമ്മൾ അങ്ങോട്ടല്ല നോക്കേണ്ടത്, അതായത് 3Dയിലുള്ള ആളിലേക്കല്ല. ആ ഒരു എനർജി എവിടെയാണ്, അതായത് ആ 3Dയിലുള്ള കൗണ്ടർ പാർട്ടിൻ്റെ എനർജി നിങ്ങളിലും ഉണ്ടല്ലേ, ആ ഒരു എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അടുത്തതായിട്ട്, നമ്മളിപ്പോൾ നന്നായിട്ട് ബാലൻസ്ഡ് ആണ്, പെട്ടെന്ന് നമുക്ക് അവരുടെ ഒരു തോട്ട് ഇൻസെക്യൂരിറ്റീസ് വരുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. അതായത് അവരെന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ എന്ത് ചെയ്യുന്നു, അവർ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആ തോട്ട്സ് വരുന്നത്, അതെല്ലാം നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ആണെന്ന് മനസ്സിലാക്കുക. അതൊക്കെ നിങ്ങൾ വർക്ക് ഓൺ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ മുകളിൽ. ഫോർ എക്സാമ്പിൾ, ഒബ്സസ്ഡ് ആയിട്ട് നമ്മൾ ആലോചിക്കുകയാണ്. ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ നമ്മൾ ഭയങ്കര ഒബ്സഷനിലായിരിക്കും, ചേസിങ്ങിലായിരിക്കും, കോൾ ചെയ്യും, മെസ്സേജ് ചെയ്യും. ഇവിടെയൊക്കെയും മനസ്സിലാക്കുക, നമ്മൾ ആ ഒരു പേഴ്സൻ്റെ നീഡിനെസ്സിലാണ്. ആൾ നമ്മളുടെ ലൈഫിൽ വേണം എന്നുള്ള ഒരു നീഡിലാണ് നമ്മൾ. അപ്പോൾ ഈ നീഡ് എവിടെ നിന്നാണ് വരുന്നത്? നമ്മളുടെ എനർജറ്റിക് സെൻറ്ററിൽ. അതായത് നമ്മളിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ജേർണിയാണ് ഇത്. എന്നാൽ ഈ ഒരു നീഡ് നമുക്ക് വരുന്നത് എവിടെ നിന്നാണെന്ന് കോറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ നീഡ് വരുന്നത് മേ ബി നിങ്ങളുടെ ഒരു കോഡിപ്പെൻഡൻസിയുടെ ഇഷ്യൂ കാണും, നിങ്ങളുടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ്. അതായത് ഇതുവരെയുള്ള റിലേഷൻഷിപ്സിൽ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് നിന്നത് കൊണ്ട് നമ്മൾ നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനോടും കോഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കണം എന്നുള്ള ഒരു കാര്യം കാണും. അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ കൗണ്ടർ പാർട്ടിനെ ചേസ് ചെയ്യാനുള്ള റീസൺ അബാൻഡ്മെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് നെഗറ്റീവ് ഷെയ്ഡ്സ് ആണ് അല്ലെങ്കിൽ ഷാഡോ സെൽഫാണ് നമ്മളിൽ ഉള്ളതെന്ന് മനസ്സിലാക്കി പതിയെ പതിയെ മിറർ എക്സസൈസിലൂടെ അത് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അവിടെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് പലപ്പോഴും നമ്മളുടെ കൗണ്ടർ പാർട്ടിൻ്റെ എനർജി പിക്ക് ചെയ്യാറുണ്ട് അടുത്തതായിട്ട്. അപ്പോൾ പിക്ക് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒബ്സഷൻ വരും. പെട്ടെന്ന് നമുക്ക് തോന്നും, ഇതെന്താ ഞാൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതെന്നുള്ളത്. അതൊരു 10-15 മിനിറ്റൊക്കെ കാണത്തുള്ളൂ ഈ ഒരു എനർജി. അപ്പോൾ ജസ്റ്റ് ഹാർട്ട് ചക്രയിൽ കൈവച്ചിട്ട് നമ്മൾ രണ്ടുപേരും ഒന്നാണ്. ഇതൊരു സെൽഫ് ഹീലിങ്ങിൻ്റെയും നമ്മളിൽ നമ്മൾ കംപ്ലീറ്റ് ആവേണ്ടയും ജേർണിയാണ്. അപ്പോൾ നമ്മൾ ഓൾവേസ് ഒന്നാണ് എന്നുള്ള ഒരു കാര്യം നമ്മുടെ ഹാർട്ട് ചക്രയിൽ ജസ്റ്റ് കൈവച്ചിട്ട് പറയുക. അതായത് നമ്മൾ 5Dയിലുള്ള നമ്മളുടെ
കൗണ്ടർ പാർട്ടുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ഇവിടെ. സോ ദാറ്റ് ആ 3Dയിലുള്ള ആളിൻ്റെ മിസ്സിംഗ് എനർജി നമുക്ക് ഫീൽ ആവില്ല. അതായത് റിലീസ് ചെയ്യാനായിട്ട് പറ്റും ബേസിക്കലി പറഞ്ഞാൽ. അടുത്തതായിട്ട് ഈ ഒരു ജേർണിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹീൽ ചെയ്യേണ്ടത് നമ്മുടെ ഹാർട്ട് ചക്ര തന്നെയാണ്. കാരണം ഈ പറയുന്ന പോലെ ഉള്ള എല്ലാ ഷാഡോ സൈറ്റ്സും നമ്മളിൽ ഉണ്ടെങ്കിലും അത് സേക്രൽ ചക്ര റിലേറ്റഡ് ആണെങ്കിലും അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഹാർട്ട് ചക്രയിലായിരിക്കും. അപ്പോൾ ഓഫ് കോഴ്സ് ഈ ഒരു സ്നേഹത്തിന് വേണ്ടി, അതായത് നമ്മൾ ആ ഒരു സെൽഫ് ലവിലൊന്നും വരില്ല. DM-നെ ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു എൻകൗണ്ടർ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം ഇത് ട്വിൻ ഫ്ലെയിം ആണെന്ന്. ആൻഡ് നമുക്ക് വേറെ ആരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് സത്യമായ കാര്യവുമാണ്. അതായത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ചേസ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇവിടെ ചേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇനിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഹാർട്ട് ചക്ര നമ്മുടെ ഓവർ ആക്റ്റീവ് ആയിരിക്കും. നമുക്ക് ആ ഒരു അൺകണ്ടീഷണൽ ലവ് നമുക്ക് നമ്മളിലേക്ക് ഫീൽ ആവാൻ പറ്റില്ല. അതേസമയം എന്തും ആയിക്കോട്ടെ, ആൾ എൻ്റെ ലൈഫിൽ കാണണം അറ്റ് എനി കോസ്റ്റ്, ഞാനിനി എത്രത്തോളം താഴ്ന്നു നിൽക്കണോ എന്നൊക്കെ ഉള്ള ഒരു എന്താ പറയുന്നത്, നമ്മുടെ സെൽഫ് വർത്ത് ഒന്നും ഇല്ല ഇവിടെ. പക്ഷേ ആൾ എൻ്റെ ലൈഫിൽ വേണമെന്ന് ആലോചിക്കുമ്പോൾ അത് പിന്നെയും നമ്മളിൽ ഒരു എക്സിസ്റ്റിംഗ് ട്രോമാനെയാണ് നമുക്കത് എടുത്ത് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ പിന്നെയും നമ്മളതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾ 7 ചക്ര ഹീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലായ്പ്പോഴും ആ ഒരു ഫോർഗീവ്നെസ് എല്ലാവർക്കും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഹാർട്ട് ചക്രേനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ബാലൻസ് ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൗണ്ടർ പാർട്ടിന് വേണ്ടി ഫീൽ ആവുന്ന ആ ഒരു അൺകണ്ടീഷണൽ ലവ് അതാദ്യം നിങ്ങളിലേക്ക് കൊണ്ടുവരും. അതായത് സെൽഫ് ലവിലേക്ക് വരാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു സെൽഫ് ലവിലിരിക്കുമ്പോൾ ഈ ഒരു അൺകണ്ടീഷണൽ ലവ് എല്ലാ യൂണിവേഴ്സിലുള്ള എല്ലാവരിലേക്കും നമുക്ക് ഈക്വലായിട്ട് കൊടുക്കാൻ പറ്റും. ഇതാണ് ഈ ജേർണി നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു അവയർനെസ്സിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും DMDF ബാലൻസിങ് മെഡിറ്റേഷൻ ചെയ്യുക. DMDF ബാലൻസിങ് എന്ന് പറയുന്നത് ഈ ചാനലിലും ഗൈഡഡ് മെഡിറ്റേഷൻ ഇട്ടിട്ടുണ്ട്. ഇതല്ല എങ്കിൽ ഇനി ഏതെങ്കിലും ഒരു ചാനലിൽ നിന്ന് ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ ആണെങ്കിലും, ഇനി ഗൈഡഡ് മെഡിറ്റേഷൻ അല്ലാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അങ്ങനെ മെഡിറ്റേഷൻ അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് ചെയ്യുക. 5Dയിൽ എപ്പോഴും DM-ഉമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്, ആ ഒരു എനർജിയുമായിട്ട് കണക്റ്റഡ് ആണ്. ഹാർട്ട് ചക്രയിൽ നമ്മളുടെ കൗണ്ടർ പാർട്ടിനെ ഫീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ DMDF ബാലൻസിങ് ചെയ്യുമ്പോൾ നമ്മളുടെ ഹാർട്ട് ചക്രയിലുള്ള ബ്ലോക്ക്സ് ക്ലിയർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് മനസ്സിലാകും നമ്മൾ ഈ തേടുന്ന ആൾ അല്ലെങ്കിൽ തേടുന്ന എനർജി അത് എവിടെയില്ല, നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതായത് നമ്മുടെ ഇന്നർ മസ്കുലൈനെ നമ്മൾ പാമ്പർ ചെയ്യാൻ തുടങ്ങും. ഇന്നർ മസ്കുലൈനുമായിട്ട് ആ ഒരു അലൈൻമെൻറ്റിൽ വരാനായിട്ട് നമ്മൾ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലേക്ക് വരാനായിട്ട് പറ്റും. ഇനി കൂടുതലായിട്ട് നമ്മൾക്ക് ആ ഒരു മിസ്സിങ് എനർജി വരികയാണെങ്കിൽ മനസ്സിലാക്കുക, നമ്മൾക്കൊരു എഴുതാവുന്നതാണ് നമ്മുടെ കൗണ്ടർ പാർട്ടിന്. എന്നിട്ട് അത് യൂണിവേഴ്സിലേക്ക് യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇമാജിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ 5Dയിൽ DM-ഉമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് ആ ഒരു മിസ്സിങ് എനർജിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നാണ്. ഓക്കെ, ഇപ്പം ആക്ച്വൽ ഇതിലേക്ക് വരാം. ഷിഫ്റ്റ് എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഒരു സെൽഫ് വർത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും. നമുക്ക് പിന്നെ ആ ഒരു വൺനെസ്സിൻ്റെ എനർജിയിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു എനർജീനെ നമ്മളുടെ ഗ്രോത്തിനായിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആ ഡിവൈനുമായിട്ട് കണക്റ്റ് ആവാനും ആ ഒരു പ്രോസസ്സിൽ വരാനും ഡിവൈനുമായിട്ട് അലൈൻ ആവാനും. കാരണം ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈനിൽ അലൈൻ ആവാനുള്ളതാണ്, ട്വിൻ ഫ്ലെയിമിൽ അലൈൻ ആവാനുള്ളതല്ല. ഡിവൈനാണ് നമ്മൾക്ക് ആ ഒരു യൂണിയൻ പോലും ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ ചെയ്തു തരുന്നത്. അപ്പോൾ ആ യൂണിയനെക്കുറിച്ചോ ആ ഒരു ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളിനെക്കുറിച്ചോ ഒരു തരത്തിലുള്ള ജഡ്ജ്മെൻറ്റും നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മളെപ്പോലെ തന്നെ അവരും ഇതേ ജേർണിയിൽ അപ്പ് ആൻഡ് ഡൗൺസിലൂടെ അവരുടെ ലെസൺസ് പഠിച്ചുകൊണ്ട് പാരലലായിട്ട്
നമ്മളുടെ കൂടെ വരുന്നുണ്ട്. അത് വിശ്വസിക്കുക, ട്രസ്റ്റ് വെക്കുക. ആൻഡ് ഈ ഒരു എനർജീനെ നമ്മൾ ഈ അവയർനെസ്സിൽ ഇരുന്നുകൊണ്ട് ഡെയിലി ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ള പോസിറ്റീവ് എനർജീനെ നമ്മൾ നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ലൈറ്റിലേക്ക് കണക്റ്റ് ആവാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുടെ ട്രൂ സെൽഫിലേക്ക് കണക്റ്റ് ആവാൻ പറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ എനർജി ഡിവൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും ഡിവൈനിലേക്ക് അലൈൻ ആവാനും നമുക്ക് ഈ ഒരു പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ആൻഡ് കൊച്ചിയിൽ ജനുവരി 5 ഉള്ള ഓഫ്ലൈൻ ഹീലിംഗ് സെഷൻസിന് ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്ങിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷന്, റേക്കി ഹീലിങ്ങിന് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്. ഓം നമഃ ശിവായ.